ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ചാനൽ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. പ്രൊഡക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലാണ് ഞാൻ ഈ ചാനൽ അധികം ഇടുന്നത്. പിന്നെ എൻ്റെ ഡെയിലി എന്തെങ്കിലും പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ വീഡിയോ ഇടും. അപ്പോൾ ഇന്ന് കുറേ നാളെ ഞാൻ ഡു ഇറ്റുടെ ബുക്ക് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇത് തീർത്തിട്ടില്ല. അതായത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ബുക്കാണ്. ഞാൻ ഏറ്റവും ഫസ്റ്റ് എടുത്ത സെൽഫ് ഹെൽപ്പ് ബുക്കാണ് ഇതല്ല ഈ ദാറ്റ് ഫ്രോഗ്. അത് ഇതുവരെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അത് കാരണം വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇത്രയും ഇതിൽ വേറെ കുറേ സെൽഫ് ഹെൽപ്പ് ബുക്കെല്ലാം ഉണ്ട്. 1 2 കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ബുക്ക് എന്ന് പറയുമ്പോൾ ഈ ദാറ്റ് ഫ്രോഗ് കുറച്ച് പേജസ് ഉള്ളൂ. എത്രയാ 115 വേണ്ട 100 സംതിങ് പേജ് മാത്രമുള്ള ബുക്കാണ്. ഇത് ഞാൻ എടുത്തിട്ട് 3 വർഷം എന്തോ ആയി വായിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ വായിച്ച് തീർന്നിട്ടില്ല. കാരണം ഇതൊരു ഫോറിൻ ഓതർ എഴുതിയതാണ്. ഇതും ഫോറിൻ ഓതർ തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം ഏഷ്യൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല, ഏഷ്യൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഡാരിയസ് ഫോറക്സ് അല്ലേ. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കുറച്ച് വായിച്ച് നിർത്തി. കാരണം അത് നിർത്താനുള്ള കാരണം ഞാൻ പറയാം. ഈ ബുക്ക് ഓൾമോസ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. 18 പ്രോക്രാസ്റ്റിനേഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള 21 വേയ്സ് ആണ്. അതിൽ ഞാൻ എത്രയോ 7-8 വായിച്ചിട്ടുണ്ടേ. അത് ഞാൻ നിർത്തി. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതാണ്, ഈ സാധനമാണ് ഞാൻ ആ ബുക്ക് വായന നിർത്താൻ കാരണം. ഓക്കെ, ആ 7 ചാപ്റ്ററാണ് ഈ കാണുന്നത്. ഇതിൽ ഈ പേപ്പറിലെല്ലാം കാണുന്ന 7 ചാപ്റ്ററിലുള്ള ഡീറ്റെയിൽസ് ആണ്. പിന്നെ പുതിയ എന്തൊക്കെയോ ഓരോ വേർഡിൻ്റെ മീനിങ് എന്തെങ്കിലും ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആവണ്ട. പക്ഷേ ഓരോ ചാപ്റ്റർ അതേപോലെ എഴുതിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ എടുത്തെഴുതും. ഇത് നല്ലതാണ്. പക്ഷേ എന്നെപ്പോലെ പ്രോക്രാസ്റ്റിനേഷൻ ഇല്ല ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരാണ്. ഇപ്പോൾ പ്രോക്രാസ്റ്റിനേഷൻ മാത്രമല്ല, പെർഫെക്ഷനിസം നല്ലോണം ഉണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഏറ്റവും മോശമാണ്. എല്ലാവരും പറയുന്നത് വെച്ചാൽ പെർഫെക്ഷനിസ്റ്റ് ആവുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റായിട്ട് പക്കായിട്ട് ചെയ്യുന്നു. പക്ഷെ അതല്ല, പെർഫെക്ഷനിസ്റ്റ് ആയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ തൃപ്തി ഉണ്ടാവില്ല നമ്മൾ ചെയ്ത് തീരുമ്പോൾ. അതേപോലെയാണ് ഈ ദാറ്റ് ഫ്രോഗ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ വായിച്ചതാണ്. ഫുള്ളല്ല, എനിക്ക് ആദ്യം തൊട്ട് ഇവിടെ തൊട്ട് തുടങ്ങണം. ബാക്കിൽ നിന്ന് തുടങ്ങി പിന്നെ ഓരോ പേജ് മൾത്തി അങ്ങനെ നോക്കും. അപ്പോൾ ഇത് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു. അതായത് ഞാനിപ്പോൾ ഒരു 3 ചാപ്റ്റർ വായിച്ചിട്ട് നിർത്തി. അപ്പോൾ അടുത്ത പ്രാവശ്യം തുടങ്ങുമ്പോൾ 4ാമത്തെ തൊട്ട് തുടങ്ങാമല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ പിന്നെ ആദ്യം തൊട്ട് തുടങ്ങും. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഈ പുസ്തകം ഇത്രയും നാളെ 3 വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ 112 പേജിലെ ഈ ചെറിയ ബുക്ക് ഞാൻ ഇത്രയും നാളെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ലാംഗ്വേജ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്രയും ഈ ബുക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഡു ഇറ്റ് ടുഡേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടല്ല. ഇത് ഭയങ്കര സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അതായത് നമ്മളൊരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ റൈറ്റർ എഴുതിയ പോലത്തെ. ഇദ്ദേഹം ഒരു ഏഷ്യൻ റൈറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം അത്രയും സിമ്പിളായിട്ട് എഴുതിയ ബുക്കാണ്. പിന്നെ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ തൊട്ട് അല്ലെങ്കിൽ ബാക്ക് തൊട്ട് തുടങ്ങി അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുക്കുക, അവിടെ നിന്ന് തുടങ്ങുക. ഇതിപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ ബുക്കിൻ്റെ ഏറ്റവും കൂടുതൽ വലിയ അഡ്വാൻറ്റേജ് അല്ല, ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ദാറ്റ് ഫ്രോഗ് അങ്ങനെയല്ല. ഇത് സ്റ്റുഡൻസിന് വേണ്ടി ഒരു ബുക്കുണ്ട്. പിന്നെ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഓരോ വേർഷൻ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഡു ഇറ്റ് ടുഡേ അങ്ങനെയല്ല. ഈ ബുക്ക് പല ആളുകൾക്കും വായിക്കുമ്പോൾ റിലേറ്റ് ആവും. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ വാങ്ങിയിട്ട് എൻ്റെ സിസ്റ്റർ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ റിലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, പിന്നെ അതുപോലെ കുറേ കാര്യങ്ങൾ എനിക്ക് നല്ലോണം റിലേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിൽ കാണിച്ചു തരണമെങ്കിൽ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. എന്തായാലും ഒരു എക്സാമ്പിൾ തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ബുക്ക്. ഒരുപാട് ഇപ്പം നമുക്ക് തന്നെ നമ്മൾ പറയുന്ന എക്സ്ക്യൂസസ്, അതിനെക്കുറിച്ചൊരു ഇതിൽ പറയുന്നുണ്ട്. കാണിച്ചാൽ എക്സ്ക്യൂസ് പറയുന്നത് ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പം ഇത് നോക്കട്ടെ. നമ്മൾ ഓരോ എക്സ്ക്യൂസ് പറയില്ലേ. എനിക്ക് പ്രോഗ്രാമിംഗ് എല്ലാം കുറച്ച് സെറ്റാക്കാനുണ്ട്. അപ്പോൾ
എന്ത് ഞാൻ ഇതാക്കുന്നത് എൻ്റെ കമ്പ്യൂട്ടർ പഴയതാണ്, സംഭവം പഴയത് തന്നെയാണ്. പക്ഷെ എനിക്ക് ഈ കാര്യങ്ങൾ നടക്കും, പ്രോഗ്രാമിംഗ് ഇതിൽ അത്യാവശ്യം നടക്കും. പക്ഷെ ഞാൻ എക്സ്ക്യൂസ് പറഞ്ഞത് ഒഴിവാക്കും. പിന്നെ എനിക്ക് ടൈമില്ല. പിന്നെ ഇത് മെയിനായിട്ടില്ല, എനിക്കൊരിതാണ്, ആളുകൾ എന്നെ കോൾ ചെയ്യും, എനിക്ക് മെസ്സേജ് അയക്കും, അങ്ങനത്തെ അതൊരു മെയിൻ പ്രശ്നം. എല്ലാവർക്കും ഉണ്ടാവില്ല, പക്ഷെ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് കാരണം ഞാൻ എൻ്റെ വാട്സപ്പ് കളഞ്ഞു, ഇൻസ്റ്റഗ്രാം കളഞ്ഞു, മൊബൈലിൽ സിം കാർഡ് ഊരി വെക്കും. പക്ഷെ എന്നാലും വിളിക്കലൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും ആണെങ്കിലും എനിക്കൊരു അങ്ങനെ തോന്നി, ഞാൻ ഇതെനിക്ക് റിലേറ്റായി. പിന്നെ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും റിലേറ്റ് ആവും. പിന്നെ ഈ സംഭവം ഇതെല്ലാം റിലേറ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ ഒരു ചാപ്റ്റർ പോകുന്നു, പക്ഷെ ഓരോ ചാപ്റ്ററിലും ഇതെല്ലാം നമുക്ക് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ബുക്ക് ഞാൻ ഇന്ന് വായിക്കാൻ തുടങ്ങുകയാണ്. ഇത് വായിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ബുക്ക് വായിക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, കൂടുതൽ ഇത് ജസ്റ്റ് നമ്മൾ കാഷ്വലായിട്ട് വായിക്കുക. കൂടുതൽ ഇപ്പം നമ്മൾ പെർഫെക്ഷനിസ്റ്റ് ആയത് ഇതുപോലെ എഴുതി വെച്ച് പക്കായിട്ട് എഴുതണ്ട. പകരം ഒരു പെണ്ണെടുക്കുക, ബുക്ക് വായിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത ലൈൻ പെന്ന് വെച്ച് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, അധികം ഒന്നും ചെയ്യണ്ട. ഓക്കെ, അത് നിങ്ങൾക്ക് കൂടുതൽ മടിയാവും, ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അധികം ഇങ്ങനത്തെ എന്തെങ്കിലും നോവലോ അങ്ങനത്തെ ചെറിയ ചെറിയ ബുക്കുകളൊക്കെയാണ് വായിക്കുക. കാരണം എന്ന് വെച്ചാൽ അതിലൊന്നും നമ്മൾ ഓർത്ത് വെക്കുകയും വേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അത്രയാണ്. അപ്പോൾ അധികം എഫേർട്ട് എടുക്കാണ്ട് ജസ്റ്റ് കാഷ്വലായിട്ട് വായിക്കുക, ഏത് ബുക്കാണെങ്കിലും. അപ്പോൾ ഇത് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ടിപ്പായിരിക്കാം. പക്ഷെ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ തമിഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് സെലക്ട് ചെയ്യില്ല. പക്ഷെ നല്ലോണം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ പിന്നെ ബുക്ക് റിവ്യൂ ചെയ്യുന്നൊരു വീഡിയോ ഒരു ചാനൽ തുടങ്ങാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ എന്തായാലും ഒരുപാട് ആൾക്കാർ ബുക്ക് റിവ്യൂ ചെയ്യുന്നുണ്ട്. എൻ്റെ എന്ന് വെച്ചാൽ അത്രയും ഒട്ട ബുക്ക് റിവ്യൂ ആയിരിക്കും. എല്ലാവരും വായിച്ച് കിട്ടുന്ന ആസ്വാദനം ആയിരിക്കില്ല എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലുള്ള റിവ്യൂ ആയിരിക്കും അതിലിടുന്നത്. സോ അത്രേ ഉള്ളൂ. താങ്ക് യു ഗായ്സ്. ബൈ.